വെൽക്കം ടു PSC Basics. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ജോഗ്രഫി ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇന്ത്യൻ ഗതാഗതവും വാർത്താവിനിമയത്തിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്, PSC പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഓൾറെഡി നമ്മൾ ജോഗ്രഫി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ചാപ്റ്റർ കണ്ടതാണ്. അതിനകത്തുള്ള പോയിന്റ്സിനെക്കാട്ടിലും കുറച്ചും കൂടി പോയിന്റ്സ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ പഠിക്കണം എന്ന് പറഞ്ഞത്. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം പലതരത്തിലുള്ള ഗതാഗത മാർഗങ്ങളുണ്ട്. കര, ജലം, പിന്നെ വായു. പിന്നെ ഈ കര ആണെങ്കിൽ റോഡ് ഗതാഗതം, റെയിൽപാത, പൈപ്പ് ലൈൻ. പിന്നെ ജലം ആണെങ്കിലോ ഉൾനാടനുണ്ട്, പിന്നെ കടൽപാതകളും സമുദ്രപാതകളുമുണ്ട്. വായു ആണെങ്കിൽ വായു എന്ന് പറയുമ്പോൾ ഏതാണ്? പ്ലെയിൻ ആണ്. ദേശീയവും അന്തർദേശീയവും ഉണ്ട്. അതിനകത്ത് കരഗതാഗതമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പുരാതന കാലം മുതൽക്ക് ഇന്ത്യയിൽ നടപ്പാതകളും മൺപാതകളുമാണ് ഗതാഗതത്തിന് ഉപയോഗിച്ചു വന്നത്. സാമ്പത്തിക സാങ്കേതിക രംഗങ്ങളിലെ വികസനത്തോടെ വൻതോതിൽ ചരക്കുകളെയും ജനങ്ങളുടെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ടാറിട്ട റോഡുകളും റെയിൽപാതകളും വികസിക്കുകയുണ്ടായി. പിന്നെ പ്രത്യേക സാഹചര്യങ്ങളിൽ ചില പ്രത്യേക വസ്തുക്കൾ കൊണ്ടുപോകുന്നതിനായി റോപ്പ് വേകൾ, കേബിൾ വേകൾ, പൈപ്പ് ലൈനുകൾ എന്നിവയും ആവിഷ്കരിച്ചു. നെക്സ്റ്റ്, റോഡ് ഗതാഗതത്തെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പോയിന്റ്സും വളരെ പ്രധാനപ്പെട്ടതാണ്, സോ ബി കെയർഫുൾ. 54.8 ലക്ഷം കിലോമീറ്റർ ആകെ റോഡ് ദൈർഘ്യമുള്ള ഇന്ത്യക്ക്. അപ്പൊ ഇന്ത്യയുടെ ആകെ റോഡ് ദൈർഘ്യം എത്രയാണ്? 54.8 ലക്ഷം കിലോമീറ്റർ ആണ്. 54.8 ലക്ഷം കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ റോഡ് ദൈർഘ്യം. ലോകത്തിൽ 2ാം സ്ഥാനമാണ് ഏതുള്ളത്? ദൈർഘ്യത്തിന്റെ കാര്യത്തിൽ ഉള്ളത്. ഓരോ വർഷവും ആകെ ജനഗതാഗതത്തിന്റെ ഏകദേശം 85% ചരക്ക് നീക്കത്തിന്റെ 70% റോഡുകളിലൂടെയാണ്. ജനഗതാഗതം 85% റോഡ് വഴിയാണ്, ചരക്ക് നീങ്ങുന്നത് 70% റോഡുകളിലൂടെയാണ്. താരതമ്യേന ചെറുദൂരങ്ങളിലെ യാത്രകൾക്ക് റോഡ് ഗതാഗതമാണ് അനുയോജ്യം. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞിട്ടൊരു കോളം തന്നിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെ തന്റെ സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിനും ഒരുമിപ്പിക്കുന്നതിനുമായി ഷേർഷാ സൂരി നിർമ്മിച്ചതാണ് ഷാഹി റോഡ്. അഥവാ ഷാഹി എന്നാൽ രാജകീയ റോഡ് എന്നാണ് അർത്ഥം. അപ്പൊ ഷാഹി റോഡ് നിർമ്മിച്ചതാരാണ്? ഷെർഷാ സൂരിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സാമ്രാജ്യം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ബംഗാളിലെ സോനാർ താഴ്വര മുതൽ സിന്ധു താഴ്വര വരെയാണ് ഇത് രൂപീകരിച്ചത്, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചത്. കൽക്കട്ടയെ പേഷവാറുമായി ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അപ്പൊ ഷെർഷാ സൂരിയാണ് കൽക്കട്ടയും പെഷവാറുമായി ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ഉണ്ടാക്കിയത്. ഇതിനെ ഷാഹി റോഡ് എന്ന് ഷെർഷാ സൂരി വിളിച്ചെങ്കിലും പിന്നീട് ബ്രിട്ടീഷ് കാലത്ത് ഇതിനെ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയാണ്. ഇതിനെ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. ഈ ദേശീയപാത NH1 ഡൽഹി മുതൽ അമൃത്സർ വരെയും NH2 ഡൽഹി മുതൽ കൊൽക്കത്ത വരെയും. അപ്പോൾ ഒരൊറ്റ റോഡ്, നമ്മുടെ ഷെർഷാ സൂരി നിർമ്മിച്ച ഷാഹി റോഡ് എന്ന ബ്രിട്ടീഷുകാർ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് മാറ്റിയ ഈ റോഡിനെ അമൃത്സർ മുതൽ കൊൽക്കത്ത വരെയാണ് ഇപ്പോൾ ഉള്ളത്. അതായത് NH1ഉം NH2ഉം. NH1 എന്നാൽ ഡൽഹി മുതൽ അമൃത്സർ വരെയും NH2 എന്നാൽ ഡൽഹി മുതൽ കൊൽക്കത്ത വരെയുമാണ്. ഓക്കെ, നെക്സ്റ്റ്, ആധുനിക രീതിയിലുള്ള റോഡ് ഗതാഗതം 2ാം ലോക മഹായുദ്ധത്തിനു മുമ്പ് തീരെ പരിമിതമായിരുന്നു. 1943 നാഗ്പൂർ പദ്ധതിയാണ് ഇത് സംബന്ധമായ ആദ്യത്തെ ഗൗരവപൂർണമായ ശ്രമം. അപ്പൊ ആദ്യമായിട്ടൊരു റോഡുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് 1943 ഏത് പദ്ധതി? നാഗ്പൂർ പദ്ധതി. എന്നാൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മ മൂലം ഈ പദ്ധതി നടപ്പാക്കാനായില്ല. അപ്പൊ ഈ 1943 ഒരു നാഗ്പൂർ പദ്ധതി കൊണ്ടുവന്നെങ്കിലും ആ ഒരു പദ്ധതി നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലാത്തത് കൊണ്ട് നടപ്പാക്കാനായിട്ട് പറ്റിയില്ല. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ റോഡുകളുടെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി 20 വർഷ റോഡ് പദ്ധതി ആവിഷ്കരിക്കുകയുണ്ടായി. 1961 20 വർഷ റോഡ് പദ്ധതി
ആവിഷ്കരിച്ചത്. നഗര കേന്ദ്രങ്ങൾക്കുള്ളിലും ചുറ്റുമായി റോഡുകൾ കേന്ദ്രീകരിക്കുന്ന രീതി തുടർന്നു. ഗ്രാമീണവും വിദൂരസ്ഥവുമായ പ്രദേശങ്ങളുമായി റോഡ് ബന്ധം തീരെ കുറവായിരുന്നു. നിർമ്മാണം, അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി റോഡുകളെ ദേശീയപാതകൾ, സംസ്ഥാന പാതകൾ, പ്രധാന ജില്ലാ റോഡുകൾ, ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. അതിനകത്ത് ഒന്നാമത് പറയുന്നത് ദേശീയപാതകളാണ്. കേന്ദ്ര സർക്കാർ നിർമ്മിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്യുന്ന റോഡുകളാണ് ദേശീയപാതകൾ എന്നറിയപ്പെടുന്നത്. തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സാധനങ്ങളുടെയും സൈനികരുടെയും അന്തർ സംസ്ഥാന ഗതാഗതത്തിനായാണ് ഈ നിർമ്മിച്ചിട്ടുള്ളത്. സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, പ്രധാന തുറമുഖങ്ങൾ, റെയിൽ ജംഗ്ഷനുകൾ തുടങ്ങിയവയും ഈ റോഡ് ബന്ധിപ്പിക്കുന്നു. ദേശീയ പാതകളുടെ ദൈർഘ്യം 1951 19,700 കിലോമീറ്റർ ആയിരുന്നു. അതറിയേണ്ട ആവശ്യമില്ല. 2015-16 ആയപ്പോഴേക്കും അത് 1,475 കിലോമീറ്ററായി വർദ്ധിച്ചു. അപ്പൊ ഇവിടെ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ചോദിക്കാം. 2020 ആയപ്പോഴേക്കും ദേശീയപാതയുടെ ദൈർഘ്യം എത്ര? നമുക്കറിയാം ഓരോ വർഷം കൂടുന്തോറും ദൈർഘ്യമൊക്കെ കൂടി വരികയാണ്. അപ്പൊ അതൊരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രാജ്യത്തെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 2% മാത്രമേ ഉള്ളൂ എങ്കിലും ദേശീയപാതകൾ റോഡ് ഗതാഗതത്തിന്റെ 40% വഹിക്കുന്നു. കാരണം എന്താണ്? ദേശീയപാതകളിലൂടെയാണ് ഒത്തിരി വണ്ടികളൊക്കെ പോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് റോഡ് ഗതാഗതത്തിന്റെ 40% വഹിക്കുന്നുവെന്ന്. പക്ഷെ റോഡ് ദൈർഘ്യത്തിന്റെ 2% മാത്രമേ ദേശീയപാതകൾ ഉള്ളൂ. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ NHAI, ദേശീയപാത നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ 1995 പ്രവർത്തനക്ഷമമായത്. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് 1995 പ്രവർത്തനക്ഷമമായത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് കീഴിലെ ഒരു സ്വയം ഭരണ സ്ഥാപനമാണിത്. ദേശീയ പാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികൾ, പ്രവർത്തനം എന്നിവയുടെ ചുമതല ഈ സ്ഥാപനത്തിനാണുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേശീയപാതകളുടെ വികസനം, അറ്റകുറ്റപ്പണികൾ, പ്രവർത്തനം എന്നിവയുടെ ചുമതല വഹിക്കുന്ന സ്ഥാപനം ഏത്? കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത്. അത് ഏതാണ് സ്ഥാപനം? 1995 ഫോം ചെയ്ത ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, ദേശീയപാതകളായി പ്രഖ്യാപിക്കപ്പെടുന്ന റോഡുകളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഏറ്റവും ഉന്നത തലത്തിലെ സംവിധാനവും ഇത് തന്നെയാണ്. ഇനി നമ്മുടെ നാഷണൽ ഹൈവേ വികസന പദ്ധതികളുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളിലായി ചില വൻ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനകത്ത് ഒന്നാമത്തെ പദ്ധതിയാണ് സുവർണ ചതുഷ്കോണം എന്നത്. ഇന്ത്യയിലെ 4 ചതുർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 ആണ്. ഇന്ത്യയിലെ 4 വലിയ മെട്രോ നഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 5846 കിലോമീറ്റർ ദൈർഘ്യവും 6 വരി പാതകളുള്ള അതിവേഗ ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണമാണ് സുവർണ ചതുഷ്കോണം. അപ്പൊ സുവർണ ചതുഷ്കോണം എത്ര കിലോമീറ്റർ ആണ്? 5846 കിലോമീറ്റർ ദൈർഘ്യമാണ്. ഏതൊക്കെ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. ഈ പാതയുടെ നിർമ്മാണത്തോടെ ഇന്ത്യയിലെ മഹാനഗരങ്ങൾക്കിടയിലെ യാത്രാ സമയം, ദൂരം, ചെലവ് എന്നിവ ഗണ്യമായി കുറയ്ക്കാനാകും. അടുത്ത പദ്ധതിയാണ് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴികൾ. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്ന 4076 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് തെക്ക് വടക്ക് ഇടനാഴിയിലൂടെ ലക്ഷ്യമിടുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ തെക്ക് എന്ന് പറയുമ്പോൾ കന്യാകുമാരി സൈഡാണ്, വടക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരാണ്. അപ്പൊ തെക്ക് വടക്ക് ഇടനാഴി എന്തിനു വേണ്ടിയിട്ടാണ്? ജമ്മു കാശ്മീരിലെ ശ്രീനഗറിനെയും തമിഴ്നാട്ടിലെ കന്യാകുമാരിയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 4076 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ്. ഇനി അസമിലെ
സിൽച്ചാറിനെയും ഗുജറാത്തിലെ തുറമുഖ പട്ടണമായ പോർബന്ദറുമായി ബന്ധിപ്പിക്കുന്ന 3640 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് കിഴക്കു പടിഞ്ഞാറ് ഇടനാഴിയിലൂടെ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അസമിലെ സിൽച്ചാറിനെയും ഗുജറാത്തിലെ തുറമുഖ പട്ടണമാണ് പോർബന്ദർ, ഇതുമായി ബന്ധിപ്പിക്കുന്ന കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയിലൂടെയുള്ള 3640 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡാണ് ഏത് നമ്മുടെ കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് സംസ്ഥാന പാതകളാണ്. സംസ്ഥാന സർക്കാരുകളാണ് ഇവയുടെ നിർമ്മാണവും പരിപാലനവും നടത്തുന്നത്. ഇവ സംസ്ഥാന തലസ്ഥാനങ്ങളിലെ ജില്ലാ ആസ്ഥാനങ്ങളുമായും മറ്റും പ്രധാന പട്ടണങ്ങളുമായും ബന്ധിപ്പിക്കുന്നു. ഈ റോഡുകൾ ദേശീയപാതകളുമായും ബന്ധിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 4% സംസ്ഥാന പാതകളാണ്. അപ്പോ ദേശീയപാതകൾ 2%, 4%മാണ് സംസ്ഥാന പാതകൾ. അടുത്തത് ജില്ലാ റോഡുകൾ. ജില്ലാ ആസ്ഥാനങ്ങളെയും ജില്ലയിലെ മറ്റു പ്രധാന കേന്ദ്രങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളാണിവ. രാജ്യത്തെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 14% ജില്ലാ റോഡുകളാണ്. ഗ്രാമീണ റോഡുകൾ. ഗ്രാമപ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ ഈ റോഡുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80%-ഓളം ഗ്രാമീണ റോഡുകളാണ്. ഭൂപ്രകൃതി സ്വാധീനം ചെലുത്തുന്നു എന്നതിനാൽ തന്നെ ഗ്രാമീണ റോഡുകളുടെ സാന്ദ്രതയിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ ഉണ്ട്. അതായത് എന്താണ്, ചില റോഡുകൾക്ക് വലിപ്പം കൂടുതലായിരിക്കും, ചിലതിന് കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി പ്രധാനമന്ത്രിയുടെ ഗ്രാമങ്ങളിൽ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീണ സഡക് യോജന എന്നത്. ഇനി മറ്റ് റോഡുകളാണ്. അതിർത്തി റോഡുകളും അന്താരാഷ്ട്ര പാതകളുമാണ് മറ്റ് റോഡുകളിൽ ഉൾപ്പെടുന്നത്. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ അതിർത്തികളിലെ തന്ത്രപ്രധാനമായ റോഡുകളുടെ ദ്രുതവും സംഘടിതവുമായ മെച്ചപ്പെടുത്തലുകളിലൂടെ സാമ്പത്തിക വികസനം വേഗക്കൂട്ടുന്നതിനായി 1960 മെയ് മാസത്തിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ സ്ഥാപിതമായി. അപ്പൊ എന്താണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് ആലോചിക്കുക. അതായത് വടക്ക് കിഴക്കൻ അതിർത്തികളിൽ തന്ത്രപ്രധാനമായ റോഡുകളുടെ ദ്രുതവും സംഘടിതവുമായ മെച്ചപ്പെടുത്തലുകൾക്കും അതുവഴി സാമ്പത്തിക വികസന വേഗം കൂട്ടാനും വേണ്ടിയിട്ടാണ് 1960 മെയ് മാസത്തിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ BRO സ്ഥാപിതമായത്. ഇതൊരു എന്താണ്, ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു മുൻനിര ബഹുമുഖ നിർമ്മാണ ഏജൻസിയാണ്. ഇവർ ചണ്ഡീഗഡിനെ ഉന്നത പർവ്വത പ്രദേശങ്ങളായി, അതായത് മണാലി, ഹിമാചൽ പ്രദേശിലാണ് മണാലി, ദെൻ ലഡാക്ക് എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. ആര്? BRO ഫോം ചെയ്ത വർഷം ഏതാണ്? 1960 മെയ് ആണ്. ഇത് ഒരു ബഹുമുഖ നിർമ്മാണ ഏജൻസിയാണ്. ചണ്ഡീഗഡിനെ ഉന്നത പർവ്വത പ്രദേശങ്ങളായ മണാലി, ലേ എന്നിവിടങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളാണ് ഇതുവഴി സാധ്യമാക്കുന്നത്. ഈ റോഡ് ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും 4270 മീറ്റർ ഉയരത്തിലാണ് കടന്നു പോകുന്നത്. തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ റോഡുകളുടെ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും മാത്രമല്ല, അത്യുന്നത പ്രദേശങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മഞ്ഞ് നീക്കം ചെയ്യലും BRO ഏറ്റെടുക്കുന്നു. ഇന്ത്യയുമായി ഫലപ്രദമായ സമ്പർക്കം പുലർത്തുന്നതിലൂടെ അയൽ രാജ്യങ്ങളുമായി ഊഷ്മള ബന്ധം നിലനിർത്തുന്നതിനുള്ള മാർഗങ്ങളാണ് ഈ അന്താരാഷ്ട്ര പാതകൾ. രാജ്യത്തെ റോഡുകളുടെ വിതരണം എല്ലായിടത്തും ഒരുപോലെയല്ല. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. റോഡ് സാന്ദ്രത. ഓരോ 100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള റോഡുകളുടെ ദൈർഘ്യമാണ് ജമ്മു കാശ്മീരിൽ 12.14 കിലോമീറ്റർ ആണെങ്കിൽ കേരളത്തിൽ അത് 517.77 കിലോമീറ്ററും ദേശീയ ശരാശരി 2011 142.68 കിലോമീറ്ററുമാണ്. മിക്ക ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രധാന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഉയർന്ന റോഡ് സാന്ദ്രതയാണ്. നമ്മുടെ കേരളത്തിന്റെ റോഡ് സാന്ദ്രത എത്രയാണ്? 517.77 കിലോമീറ്റർ ആണ്. ഹിമാലയൻ പ്രദേശങ്ങൾ, വടക്ക് കിഴക്കൻ മേഖല, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഇവിടെയൊക്കെ റോഡിന്റെ അളവ് കുറവാണ്. ഭൂമിയുടെ കിടപ്പും സാമ്പത്തിക വികസനത്തിന്റെ നിലയുമാണ് റോഡ് സാന്ദ്രതയെ മുഖ്യമായി നിർണ്ണയിക്കുന്നത്. സമതല പ്രദേശങ്ങളിലാണെങ്കിൽ നമുക്ക് റോഡ് നന്നായിട്ട് നിർമ്മിക്കാൻ പറ്റും, പക്ഷേ ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിൽ കുന്നിൻ പ്രദേശങ്ങളിലും പീഠഭൂമി പ്രദേശങ്ങളിലും
പ്രദേശങ്ങളിലും അത് കഠിനവും ചെലവേറിയതുമാണ്. അതുകൊണ്ട് തന്നെ സാന്ദ്രത മാത്രമല്ല, റോഡുകളുടെ ഗുണനിലവാരവും പർവ്വത പ്രദേശങ്ങൾ, മഴ കൂടുതലുള്ള പ്രദേശങ്ങൾ, വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ അപേക്ഷിച്ച് സമതലങ്ങളിൽ മെച്ചമായിരിക്കും. ഇനി ഡൽഹി ലാഹോർ ബാസ് ആണ് ദാ ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ശ്രീനഗറിനും മുസാഫിറാബാദിനും ഇടയിലെ അമൻ സേതു ആണിത്. ഏത്? ശ്രീനഗർ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ, മുസാഫിറാബാദ് പാകിസ്ഥാൻ. ഇതിനിടയ്ക്കുള്ളതാണ് ഏത്? അമാൻ സേതു എന്ന ഈ ഒരു ഗേറ്റ്, അമാൻ സേതു. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ബസ്സാണ് വാഗ അതിർത്തിയിൽ നിട്ടിരിക്കുന്നതാണ് ദാ ഇത് കാണുന്നത്. ഓക്കെ, അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള ദേശീയപാത ഏത്? എന്തുകൊണ്ടാണ് തെക്ക് ബാംഗ്ലൂരുവും ഹൈദരാബാദ്, വടക്ക് ഡൽഹി, കൺപൂർ, പാറ്റ്ന എന്നിവയും പ്രധാന കേന്ദ്രങ്ങളിൽ രൂപപ്പെട്ടത്? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭാരത് മാല. നിങ്ങൾക്കറിയാമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഭാരത് മാല എന്ന നിർദ്ദിഷ്ട പദ്ധതി ലക്ഷ്യമിടുന്നത് എന്ത്? അപ്പൊ എന്താണ് ഭാരതമാല? ഭാരതമാല എന്താണ്? ചെറു തുറമുഖങ്ങളെ ഉൾപ്പെടെ ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള സംസ്ഥാന റോഡുകളുടെ വികസനമാണ് ഭാരതമാല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാരതമാല എന്ന് കേട്ടിട്ട് ദേശീയ റോഡെന്ന് വിചാരിക്കരുത്. സംസ്ഥാന റോഡുകളുടെ വികസനമാണ് ലക്ഷ്യമിടുന്നത്. എവിടത്തെ സംസ്ഥാന റോഡുകളാണ്? ചെറു തുറമുഖങ്ങൾ ഉൾപ്പെടെയുള്ള ബന്ധിപ്പിച്ചുകൊണ്ട് തീരദേശ അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള സംസ്ഥാന റോഡുകളുടെ വികസനമാണ് ഭാരതമാല ലക്ഷ്യമിടുന്നത്. പിന്നാക്ക പ്രദേശങ്ങളിലെ മതപരമായതും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതമാല. പിന്നെന്താണ്? പിന്നാക്ക പ്രദേശങ്ങളിലെ മതപരമായതും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതമാല. സേതു ഭാരതം പരിയോജന എന്ന ഏകദേശം 1500 വമ്പൻ പാലങ്ങൾ, 200 റെയിൽ മേൽപ്പാലങ്ങൾ, കീഴ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടുന്ന പദ്ധതിയാണ് ഭാരത്മാല. പുതുതായി പ്രഖ്യാപിച്ച 5000 കിലോമീറ്റർ ദേശീയപാതകളുടെ വികസനത്തിനായുള്ള ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് കണക്ടിവിറ്റി സ്കീമാണ് ഈ ഭാരത്മാല. 2022 കൂടിയാണ് ഈ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഈ 3 പോയിന്റ്സ് ഓർമ്മിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ഭാരത്മാല നിർദ്ദിഷ്ട പദ്ധതി ഏതിനെയാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് റെയിൽ ഗതാഗതത്തിനെ കുറിച്ച് പഠിക്കാം. ഇനി NH ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട NHകൾ എന്നൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. കാരണം അതും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ കണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വായിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.